ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായി വരുന്നു കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നില്ല. ആലും ഓക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എങ്കിലും അംഗനവാടിയിൽ വിട്ടില്ല. കുറച്ച് ചുമ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ്റെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്കും വയ്യാണ്ടായിട്ടോ. ഞാനും ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ 6 മണിയൊക്കെ കഴിയുമ്പോഴാണ് എഴുന്നേക്കുന്നത്. ആഹിലിന് മദ്രസയൊന്നുമില്ല, അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേക്കുന്നത്. അപ്പോൾ ചോറ് 6 മണിക്കാണ് ഇട്ടേക്കുന്നത്. അധികം വേവില്ലാത്ത അരിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പം ഇട്ടേക്കുന്നത്. അപ്പോൾ അതൊന്നും തിളപ്പിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, പിന്നെ ഉള്ളിപ്പൂ തോരനുമാണ് കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ സവാളയും കൂടി ചേർത്ത് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി കുക്കറിൽ ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിപ്പൂ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് നമുക്ക് കറിയൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അപ്പോൾ ഇപ്പുറത്ത് പുട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പുട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിപ്പൂ തോരൻ ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിപ്പൂ നേരെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പുറത്ത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നേരെ ഒരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് 2-3 ഉള്ളി ഇട്ട് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള പൊടികൾ, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവാളയും കൂടി വേവിച്ച് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. നമ്മളുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഉള്ളിപ്പൂ തോരൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിപ്പൂവൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് പോയിട്ട് അതിൻ്റെ തേങ്ങ ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ. തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതങ്ങോട്ട് ഈ ഉള്ളിപ്പൂ തോരൻ്റെ ഒപ്പം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഈ തേങ്ങയുടെ ഒരു മിക്സും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം നമ്മളുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം എനിക്ക് പാത്രം കഴുകാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് വേഗം കഴുകി എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പിറ്റേന്നത്തേക്കുള്ള ജോലിക്കുള്ളത് തലേന്ന് തന്നെ ചെയ്ത് വെക്കുന്നതുകൊണ്ട് അത്യാവശ്യം വളരെ എളുപ്പത്തിൽ തന്നെ ജോലി കഴിയട്ടെ. ഏകദേശം ഒരു അരമണിക്കൂർ എടുത്താൽ പോലും നമ്മളുടെ ജോലികൾ പെട്ടെന്ന് കഴിയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 7 മണി ആവാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആഹിലിനെ വിളിക്കണം. ആഹിൽ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ലപോലെ തലവേദന ഉണ്ട്. അതുകൊണ്ട് ഞാൻ കട്ടൻ ചായയിൽ കുറച്ച് ഇഞ്ചി കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ തലവേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹസ്ബൻഡ് എഴുന്നേൽക്കുന്ന സമയം നോക്കി പാൽ ചായ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം ഞാൻ ആദ്യം കട്ടൻ ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആഹിലിനെ വിളിക്കാൻ പോകണം. ആഹിൽ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ ചായയും കയ്യിലെടുത്തിട്ടാണ് കേട്ടോ ആഹിലിനെ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ആഹിലിനോട് എഴുന്നേക്കാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ ചെടികൾ നോക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മേളിലേക്ക് കയറാൻ കിട്ടുന്ന ഒരവസരത്തിലും ഞാൻ ചെടികൾ കാണാണ്ട് ഇറങ്ങി പോരാറില്ല കേട്ടോ. മേളിൽ നന്നായിട്ട് തുണികളൊക്കെ മടക്കാൻ കിടക്കുന്നുണ്ട് കേട്ടോ. വാഷിങ് നടക്കുന്നുണ്ടായിരുന്നെങ്കിലും തുണികളൊന്നും മടക്കി വെച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യം കൂടിയാണ് ഈ തുണി മടക്കി വെക്കൽ. അത്യാവശ്യം കൂടി കഴിയുമ്പോഴായിരിക്കും ഞാൻ മിക്കപ്പോഴും മടക്കി വെക്കുക. അപ്പോൾ ഈ ചെടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എൻ്റെ ഒരു റിലാക്സ് കിട്ടുന്ന, എനിക്കൊരു ഫ്രഷ് മൈൻഡ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികൾ കണ്ടാൽ മതി. എനിക്ക് അത്ര ഇഷ്ടമാണ്. ഈ പൂക്കളും ചെടികളൊക്കെ നോക്കുമ്പോൾ നമ്മളുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവും കേട്ടോ. എല്ലാവർക്കും ഇതേപോലെ എന്തെങ്കിലും ഇങ്ങനെ ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ. നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന കുറച്ച് സമയങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരിത്തിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഈ ചെടിയുടെ ഒപ്പം തന്നെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. എത്ര പ്രാവശ്യം ഞാൻ കയറി ഇറങ്ങുമെന്ന് അറിയാം ഈ ചെടികൾ നോക്കാനായിട്ട്. ഓരോ പൂമുട്ടും ഇരിയുന്നതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച സമയത്തുള്ള പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ട് രണ്ടാമത് നിറച്ച് പൂക്കളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നോക്കി വീഡിയോസൊക്കെ എടുത്ത് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാനങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറേ നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. കാരണം ഇനിയിപ്പം നമ്മളുടെ 7 മണിയായപ്പോഴേക്കും ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആഹിൽ റെഡിയായി വന്ന് ഒരു 7:45 ആകുമ്പോൾ ഫുഡ് കഴിക്കാതിരിക്കുള്ളൂ. ഇത്രയും ടൈമുണ്ട്. അപ്പം നമ്മളുടെ ഈ സ്റ്റെയറിൻ്റെ സൈഡിനോട് ചേർന്നിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ അത്. അവിടെ ഞാൻ ചെടികൾ വെക്കാറുണ്ട്. ഇപ്പോൾ മണി പ്ലാന്റ് ആണ് വെച്ചേക്കുന്നത്.
ഇപ്പോൾ വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരു ചെറിയ സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെടികൾ ഫില്ല് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലായിടത്തും ഇങ്ങനെ ചെടികൾ നിറഞ്ഞിരിക്കുന്നത്. ചെടികൾ നിറഞ്ഞിരുന്നാൽ മാത്രം പോരല്ലോ, നമ്മളത് മെയിൻറ്റെയിൻ കൂടി ചെയ്യണം. അപ്പോൾ ആഴ്ചയിൽ പറ്റുന്ന പോലെ ഞാൻ കെയർ ചെയ്യാറുണ്ട്. ചില സമയത്ത് ഇതേപോലെ പനി അങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ മാത്രം കേട്ടോ ഒന്നും നോക്കാൻ പറ്റാണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 10-11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ കുരുമുളക് പറിക്കാനായിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ വളർന്നു, പറിക്കേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഏതായാലും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം 2 ചട്ടികളിലായിട്ടാണ് നിൽക്കുന്നത്. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ്, ചെറിയൊരു തൈയായിട്ട് വാങ്ങിച്ചാണ്. പിന്നെ ഞാനിങ്ങനെ ഒരു വലിയ പോട്ടിലേക്ക് നട്ടു. അത്യാവശ്യം നല്ലപോലെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇതൊക്കെ അങ്ങോട്ട് പോയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്താണ്. ഇത്രത്തോളം കുരുമുളക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് വെയിലത്ത് ഉണക്കാനായിട്ട് വെക്കാം. ഒരു സന്തോഷമല്ലേ, നമ്മളുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു എന്താ പറയുക, അത് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെയിലത്ത് കൊണ്ടുപോയി ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് വെയിലത്ത് വെക്കാൻ അത്ര അങ്ങോട്ട് സംതൃപ്തി ഇല്ല, കാരണം പൊടിയുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ കുറച്ചതിനെ പാടൊന്ന് മാറ്റുകയും ചെയ്തു. അപ്പോൾ തക്കാളിയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. എനിക്കങ്ങനെ തക്കാളി പിടിച്ച് കിട്ടാറുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ നന്നായിട്ട് കായൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഫസ്റ്റ് വന്നിരിക്കുന്ന തക്കാളിയായിട്ട് ഒരു കുഞ്ഞിത് കണ്ടോ. അപ്പോൾ ചീരയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാൽക്കണിയിലും ഇതേപോലെ ഏറ്റവും മേളിലൊക്കെ അത്യാവശ്യം ചെടികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും മേളിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെടികളുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെടിയുടെ വിശേഷങ്ങൾ. പീനട്ട് ബട്ടറിൽ നല്ലപോലെ പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ കായ അങ്ങോട്ട് പിടിച്ച് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ താഴത്തേക്ക് വന്നപ്പോൾ വാപ്പയും മോനും കൂടി ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഇതേപോലെ കാർപ്പറ്റൊക്കെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഈ ഒരു സൈഡായിട്ടൊക്കെ വെച്ചിട്ട് റൈഡിങ് പോലെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇവൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ഇരുന്ന് കളിക്കാൻ ഹസ്ബൻഡിന് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഇങ്ങനെ അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹസ്ബൻഡിൻ്റെ ഒപ്പം ഉണ്ടാ. അപ്പോൾ ആലുമിനും അംഗൻവാടിയിൽ പോകാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അവർ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെന്നിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.